നമസ്കാരം. മഹാരാഷ്ട്ര നാസിക്കിലെ ടാറ്റ കൺസൾട്ടൻസി സർവീസിൽ നടന്ന സംഘടിതമായ മതപരിവർത്തനത്തെക്കുറിച്ചും ലൈംഗിക പീഡനത്തെക്കുറിച്ചുമൊക്കെയുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ രാജ്യം ഞെട്ടിത്തരിക്കുകയാണ്. ഈ രാജ്യത്ത് മുസ്ലിം വംശഹത്യ നടക്കുന്നു, മുസ്ലിം ജനതയ്ക്ക് ഇവിടെ രക്ഷയില്ല എന്നൊക്കെ പറയുന്നവർ ഞെട്ടലോടുകൂടിയാണ് കേൾക്കുന്നത്. ഒരു ഹിന്ദു ഭൂരിപക്ഷ സംസ്ഥാനത്ത് ഹിന്ദുത്വ ഭരണകൂടം നയിക്കുന്നിടത്ത് ടാറ്റ പോലുള്ള വലിയൊരു സ്ഥാപനത്തിൽ സംഘടിതമായ മതപരിവർത്തനവും ലൈംഗിക ചൂഷണവും നടന്നു എന്നത് ആരെയാണ് ഞെട്ടിക്കാത്തത്? കോർപ്പറേറ്റ് ജിഹാദ് എന്നാണ് മഹാരാഷ്ട്ര മന്ത്രി നിതീഷ് റാണ ഇതിനെ പേരിട്ട് വിളിച്ചത്. രാജ്യത്തെ മാധ്യമങ്ങളിൽ ഇത് വലിയ വാർത്തയാണ്. ആഴ്ചകളായി നമ്മുടെ പത്രങ്ങൾ ഇന്നലെ മുതലാണ് ഇതേക്കുറിച്ച് വാർത്ത കൊടുത്തു തുടങ്ങിയത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഇതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത ചെയ്തിരുന്നു. ഇന്നത്തെ കേരള കൗമുദിയുടെ പ്രധാനപ്പെട്ട വാർത്ത ഇതാണ്. അതിൽ പ്രധാന കാര്യങ്ങൾ വായിച്ച് കേൾപ്പിച്ചാൽ പ്രധാനപ്പെട്ട പല പോയിന്റുകളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. TCSലെ മതം മാറ്റ ശ്രമം, ഭീകരബന്ധം തേടി NIA എന്നാണ് പ്രധാന വാർത്ത. അന്വേഷണം സാക്കിർ നായിക്കിലേക്ക്, അറസ്റ്റിലായത് 7 ജീവനക്കാർ, വനിതാ ഓഫീസർക്ക് തെരച്ചിൽ, വിവാഹ വാഗ്ദാനം നൽകി പീഡനം. നാസിക്കിലെ ടാറ്റ കൺസൾട്ടൻസി സർവീസിൽ വനിതകൾക്കെതിരെ നടന്നു വന്ന നിർബന്ധിത മതം മാറ്റ ലൈംഗികാതിക്രമ സംഭവങ്ങൾ ഞെട്ടി രാജ്യം. പിന്നിൽ അന്താരാഷ്ട്ര ഭീകരബന്ധം സംശയിക്കുന്നു. പ്രതികൾക്ക് വിദേശ ഭീകര ഗ്രൂപ്പുകളുടെ സഹായം ലഭിച്ചെന്നാണ് വിവരം. NIA മഹാരാഷ്ട്ര വിരുദ്ധ സ്ക്വാഡും IBയും അന്വേഷണം തുടങ്ങി. മലേഷ്യയിൽ കഴിയുന്ന ഇന്ത്യ വിരുദ്ധ മതപ്രഭാഷകൻ സാക്കിർ നായിക്കിലേക്കാണ് സംശയം നീളുന്നത്. 9 ജീവനക്കാർ, 8 സ്ത്രീയും 1 പുരുഷനും നൽകിയ പരാതിയിൽ 7 ജീവനക്കാർ അറസ്റ്റിലായി. ഒളിയിൽ പോയ HR വിഭാഗം അസിസ്റ്റന്റ് ജനറൽ മാനേജർ നിദ ഖാനായി തെരച്ചിൽ ശക്തമാക്കി. ഡാനിഷ് ഷെയ്ഖ്, തൗസീഫ് അട്ടാർ, ഷാഫി ഷെയ്ഖ്, ആസിഫ് അൻസാരി, റസ മേമൻ, ഷാരുഖ് ഖുറേഷി ഇവരാണ് ടീം ലീഡർമാർ. അശ്വിൻ ചൈനാനി ഓപ്പറേഷൻസ് മാനേജർ എന്നിവരാണ് അറസ്റ്റിലായത്. മലേഷ്യൻ മതപ്രഭാഷകൻ നായിക്കുമായി ബന്ധമുള്ളവരുമായി പ്രതികൾ വീഡിയോ കോൾ നടത്തിയിരുന്നു. ഇത് പരിശോധിച്ചു വരികയാണ്. ഡിജിറ്റൽ തെളിവുകളും ശേഖരിക്കുന്നുണ്ട്. അന്വേഷണത്തിന്റെ പശ്ചാത്തലത്തിൽ TCS ഔട്ട്സോഴ്സിംഗ് കേന്ദ്രത്തിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചു. വർക്ക് ഫ്രം ഹോം ഏർപ്പെടുത്തി. ടാറ്റ സൺ ചെയർമാൻ PN ചന്ദ്രശേഖരൻ ആഭ്യന്തര അന്വേഷണത്തിന് ഉത്തരവിട്ടു. വനിതാ ജീവനക്കാർ അടുത്തയിടെ ആണ് ഓഫീസിൽ അരങ്ങേറിയ ആസൂത്രിത നീക്കം പുറത്തുവിട്ടത്. ഇതാണ് കേരള കൗമുദി പത്രത്തിൻ്റെ പ്രധാനപ്പെട്ട വാർത്ത. അതായത് നാസിക്കിലെ TCSൽ അവിടെ ജോലിക്ക് എത്തുന്ന ഹിന്ദുക്കളായ സ്ത്രീകളെ മുസ്ലിം മതസ്ഥരായ കുറേ ടീം ലീഡർമാരും അവരെ സഹായിക്കുന്ന HR ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ചേർന്ന് നിർബന്ധിതമായ മതപരിവർത്തനത്തിന് ശ്രമിക്കുന്നു. വഴങ്ങാത്തവരെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കുന്നു എന്നാണ് വാർത്ത. ഈ വാർത്ത കോർപ്പറേറ്റ് ജിഹാദ് എന്ന തരത്തിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ഇതുമായി ബന്ധമുള്ളതാണോ എന്നറിയില്ല. ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. ഒരു പെൺകുട്ടി, മലയാളമല്ല സംസാരിക്കുന്നത്, ഒരു പെൺകുട്ടി ഒരു ആൾക്കൂട്ടത്തിനിടയിൽ ലഹരി ഉപയോഗിക്കുന്നു. ലഹരിക്കടിമയായ പെൺകുട്ടിക്ക് നിൽക്കാനും ഇരിക്കാനും കഴിയുന്നില്ല. അവരുടെ സംഭാഷണങ്ങളും ചിരികളും. അതിനുശേഷം ഈ പെൺകുട്ടിയെ 2 പുരുഷന്മാർ, ഈ കൂട്ടത്തിലുള്ള 2 പുരുഷന്മാർ ക്രൂരമായി ബലാത്സംഗം ചെയ്യുന്നു. ആ പെൺകുട്ടി ഇതൊന്നും അറിയുന്നില്ല. ആ പെൺകുട്ടി ലഹരിക്കടിമയാണ്. സ്വാഭാവികമായും ഈ ലൈംഗിക പീഡനത്തിന് നിന്നുകൊടുക്കുന്നു. ഈ വീഡിയോ ദൃശ്യങ്ങൾ പകർത്തുകയും ഇതിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്നവരിൽ പെൺകുട്ടികളുമുണ്ട്. വളരെ ഭയപ്പെടുത്തുന്ന ഒരു വീഡിയോ ദൃശ്യമാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ സംഭവവുമായി അതിന് ബന്ധമുണ്ടോ എന്ന് ഒരു ഉറപ്പുമില്ല. ഈ വിഷയം പുറത്തു വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ പലയിടങ്ങളിലും ഇത്തരം കോർപ്പറേറ്റ് ജിഹാദ് നടക്കുന്നു എന്ന തരത്തിൽ സംഘപരിവാർ പ്രൊഫൈലുകളിൽ പ്രചരണമുണ്ട്. മഹീന്ദ്രയുമായി ബന്ധപ്പെട്ട് ഇത്തരമൊരു വാട്സാപ്പ് പ്രചരണം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇതിലൊക്കെ എത്രമാത്രം വാസ്തവമുണ്ട് എന്ന് ആർക്കും അറിയില്ല. എന്നാൽ പുറത്തു വരുന്നത് ഭയപ്പെടുത്തുന്ന വിവരങ്ങളാണ്. ഇവരെല്ലാം സംഘടിതമായി ഒരേ ഉദ്ദേശത്തോടു കൂടി പെരുമാറി എന്ന് സംശയിക്കാവുന്ന സാഹചര്യമുണ്ടെന്ന് പോലീസ് പറയുമ്പോൾ സംശയിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായിട്ട് എന്തുകൊണ്ട് TCS നടപടിയെടുത്തില്ല എന്ന ചോദ്യം പ്രസക്തമാണ്. TCSന്റെ HR വിഭാഗത്തിൻ്റെ ഉത്തരവാദിത്വമുണ്ടായിരുന്ന വനിതയായ ജീവനക്കാരി അതെല്ലാം തടഞ്ഞു വെച്ചെന്നും ഇത് വെളിച്ചം കാണാൻ സമ്മതിച്ചില്ല എന്നുമാണ് റിപ്പോർട്ട്. ഒടുവിൽ പോലീസ് വേഷം മാറി അവിടെ തൂപ്പുകാരായും ഫുഡ് സപ്ലൈക്കാരായും ഒക്കെ എത്തി ആഴ്ചകളോളം പ്രവർത്തിച്ചാണ് പരാതി വാങ്ങുന്നത് എന്ന റിപ്പോർട്ടുണ്ട്. അതേക്കുറിച്ച് കേരള കൗമുദി ഇങ്ങനെ എഴുതുന്നു: 2026 ഫെബ്രുവരി ഹിന്ദുക്കളെ നിർബന്ധിച്ച് മറ്റൊരു മതത്തിന് വ്രതാനുഷ്ഠാനം ചെയ്യിക്കുന്നുവെന്ന വിവരം ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ നാസിക് സിറ്റി പോലീസിനെ അറിയിച്ചതോടെ രഹസ്യാന്വേഷണം തുടങ്ങി. മാർച്ച് 7 വനിതാ പോലീസുകാരുടെ രഹസ്യ ദൗത്യം. ശുചീകരണ തൊഴിലാളികളുടെയും അറ്റകുറ്റപ്പണി ജീവനക്കാരുടെയും വേഷത്തിൽ ഓഫീസുകളിൽ കടന്നുകൂടി ഇരകളുടെ വിശ്വാസം നേടിയെടുത്തു. മാർച്ച് 25 ഒരു ജീവനക്കാരുടെ പരാതിയിൽ ആദ്യ FIR, തുടർന്ന് കൂടുതൽ ജീവനക്കാർ പരാതിയുമായി എത്തി. പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. ഏപ്രിൽ 10, 13 6 ടീം ലീഡർമാരും ആഭ്യന്തര പരാതി പരിഹാര കമ്മിറ്റിയിലെ അംഗവുമായ ഓപ്പറേഷൻസ് മാനേജരും അറസ്റ്റിലായി. ഇവരെ TCS സസ്പെൻഡ് ചെയ്തു.
ഈ പോലീസ് അന്വേഷണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇതിന്റെ മറുഭാഗം അവർ പറയുന്നത് ഇത് സാധാരണ ഏത് സ്ഥാപനങ്ങളും നടക്കുന്നത് പോലെയുള്ള സ്വാഭാവികമായ ഒരു ലൈംഗിക ചൂഷണം മാത്രമാണെന്നും അതിൽ മതം ചിലർ ബോധപൂർവം പിടിച്ചിട്ടതാണെന്നും മിക്ക സ്ഥാപനങ്ങളിലും ഇത്തരം ലൈംഗിക ചൂഷണങ്ങൾ ഉണ്ടെന്നും അത്തരമൊരു ലൈംഗിക ചൂഷണത്തെക്കുറിച്ച് ആരോ ഒരാൾ വെളിയിൽ പറഞ്ഞപ്പോൾ അതിൽ ചില രാഷ്ട്രീയക്കാർ ഇടപെട്ടെന്നും അവരുടെ ആഗ്രഹപ്രകാരം പോലീസ് ബോധപൂർവം വേഷം മാറി ആഴ്ചകളോളം ഇതിൻ്റെ ഭാഗമായി നിന്ന് കേസ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചു എന്നുമാണ് ചിലർ പറയുന്നത്. അതായത് ഇതൊരു സാധാരണ ലൈംഗിക അപവാദ കേസ് മാത്രമാണ്. അതിനെ കോർപ്പറേറ്റ് ജിഹാദാക്കി ദീർഘലക്ഷ്യത്തോടുകൂടി വലിയ തോതിൽ മുസ്ലിം വേട്ടയ്ക്കിറങ്ങുന്നു എന്ന് പറയുന്നവർ ഏറെയാണ്. വാസ്തവം ഏതാണെന്ന് അന്വേഷിച്ച് കണ്ടെത്തിയാലേ മനസ്സിലാക്കാൻ കഴിയൂ. പക്ഷേ കേട്ടിടത്തോളം ഭയപ്പെടുത്തുന്ന വാർത്തകളാണ് പുറത്തു വന്നിരിക്കുന്നത്. TCS പോലൊരു സ്ഥാപനത്തിന് ഇങ്ങനെയാണെങ്കിൽ രാജ്യത്തെ IT കമ്പനികളിൽ ഇങ്ങനെയൊക്കെ വേറെയുമുണ്ടോ എന്ന് അന്വേഷിച്ച് കണ്ടെത്തണം. ഇനി അല്ല, ഇതൊരു ഗൂഢാലോചനയാണ്. മറ്റേത് തൊഴിലിടത്തെയും പോലെ ലൈംഗിക ചൂഷണത്തെ ബോധപൂർവം ചിലർ അജണ്ട സെറ്റ് ചെയ്ത് മതത്തിൻ്റെ നിറം കലർത്തി പ്രതികാര നടപടിക്ക് ശ്രമിക്കുന്നതാണെങ്കിൽ അതും പുറത്തു വരണം. വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു വിഷയമാണിത്. ടാറ്റ ഇതിൽ ആഭ്യന്തര അന്വേഷണം നടത്തുകയും ശക്തമായ നടപടിയെടുക്കുകയും ചെയ്യണം. ഇങ്ങനെയൊരു കോർപ്പറേറ്റ് ജിഹാദ് ഉണ്ടെങ്കിൽ അത് രാജ്യത്തിന് ആപത്താണ്. അത് മുളയിലെ നുള്ളിക്കളയണം. അതല്ല, കോർപ്പറേറ്റ് ജിഹാദ് എന്ന് പേരിട്ട് ഗൂഢനീക്കങ്ങളാണ് ഇതിന് പിന്നിലെങ്കിൽ അതും ഗൗരവത്തോടെ തന്നെ കൈകാര്യം ചെയ്യണം.